അപ്പൊ 5 മണിക്ക് എണീറ്റ് വേഗം കുളിച്ച് റെഡിയായി അതെല്ലാം റെഡിയാക്കി കൊടുത്ത് വന്നതാണ്. അപ്പൊ ഏതായാലും എന്താ വെച്ചാല് നമുക്ക് അതിലൂടെ എന്താ മനസ്സിലാവുന്നത്, നമുക്ക് മറികടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മളത് അറിയൂല. അപ്പൊ അതിനെ മറികടന്ന് വരികയാണ്. ഏതായാലും പേര് പർവീൻ. ഞാനിന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. പിന്നെ മഹത്തായ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയ അസ്മാ മേഡത്തിനും മാലതി മേഡത്തിനും ആദ്യമായിട്ട് നന്ദി പറയാണ്. ശരിക്കും പറഞ്ഞാല് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഉപ്പാക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാനും ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ മേഡം പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. മോന് ഒരു 40 ദിവസം അത്ര കഴിച്ചുള്ളൂ. ആ സമയത്താണ് അവർ വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് ഒന്നും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും എന്തൊക്കെയോ ആവശ്യമുണ്ട്. പക്ഷെ അവര് എന്തോ പിന്നെ വാങ്ങിക്കാന്നോ എന്തോ പറഞ്ഞു. ഏതായാലും അപ്പൊ ഈ ബിസിനസ് പ്ലാൻ ഒന്ന് ഇവളെ കേൾപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ മാലതി മേഡം ചാർട്ടൊക്കെ എടുത്ത് എനിക്ക് നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ഈ പ്ലാൻ കേട്ട സമയത്ത് എന്നോട് പറഞ്ഞു, നല്ല കമ്പനിയാണ്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം, മൊട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ ഇറക്കാൻ വെൽത്തുള്ള കമ്പനിയാണ്. പിന്നെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടീമിനെ ബിൽഡ് ചെയ്യണം. ആ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സെറ്റാന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ പറഞ്ഞു തന്നു. എനിക്കൊക്കെ വരച്ച് പറഞ്ഞത് എനിക്ക് അതാണ് അന്നേരം മനസ്സിലായത്. ഞാൻ ജസ്റ്റ് 2 ടീമിനെ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഓ മതി എന്ന്. അപ്പൊ ഏതായാലും അവർ പിന്നെ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് എന്തോ തോന്നിയിട്ടുണ്ടാവും, എന്നിൽ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫോളോ അപ്പിലൂടെയാണ് ശരിക്കും ഈ ബിസിനസ് അവസരം ഞാൻ ഏറ്റെടുക്കുന്നത്. പിന്നീടാണ് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതും എല്ലാം. അന്നേരം ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, സത്യം പറയാലോ. പിന്നീട് മേഡം അന്നാണോ പിന്നെ ഒന്നുമില്ല, ഒരു 1000 രൂപക്ക് കുറച്ച് പേസ്റ്റ് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ തൊട്ട് പിറ്റേന്ന് വീട്ടിനുള്ളിൽ ഇരിക്കുന്ന തൊട്ട് പിറ്റേന്ന് എന്നെ വിളിച്ച് അത് ആർക്കെങ്കിലും കൊടുത്തോ, അതിന്റെ പൈസ തരണോ, അത് ID കയറ്റണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ എന്നെ കാണാൻ വരുന്ന ഫാമിലി മെമ്പേഴ്സിന് ആർക്കൊക്കെ ആയിട്ട് കൊടുത്ത്, അതിന്റെ മുന്നേ തന്നെ എന്റെ കയ്യിലുള്ള പൈസ എടുത്ത് മേഡത്തിന് കൊടുത്ത് പിന്നെ അത് കൊടുത്തു തീർത്തു. പിന്നീടാണ് പറഞ്ഞു മീനേടി ഫുള്ളാണ് 5000-ന്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടതെന്ന്. പിന്നെ 5000-ന്റെ പ്രൊഡക്റ്റ് കൊണ്ടുവച്ചു. പിന്നെ പിന്നീടാണ് ഞാൻ എന്താ മനസ്സിലാക്കിയത്, ബിസിനസ് ആണല്ലോ. അപ്പൊ ഞാൻ ഇതെങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലും ഇല്ല. അപ്പൊ ഞാൻ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്നും രാവിലെ കിക്ക് സ്റ്റാർട്ട് മോർണിംഗിൽ കയറും. പ്രബി സാറിനോട് പ്രത്യേകം നന്ദി പറയാനുണ്ട്. കാരണം അങ്ങനെ വീട്ടൊക്കെ ആണെങ്കിലും സംസാരിക്കാൻ, ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പ്രബി സാറാണ് അതിനുള്ള ധൈര്യം തന്നത്. എന്നും വീഡിയോ ഓൺ ആക്കാൻ പറയും. രാവിലെ എന്നും ഒരു 5-5:30 ഒക്കെ ആകുമ്പോ ചെറിയ വാവകള് പുലർച്ചെ എണീക്കല്ലോ. അപ്പൊ മോനെ പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കിക്ക് സ്റ്റാർട്ട് മോർണിംഗിൽ വീഡിയോ ഓൺ ആക്കി ഇരിക്കും. അപ്പൊ പ്രബി സാറ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരും. അങ്ങനെയാണ് ശരിക്കും സംസാരിക്കാൻ വേണ്ടി പഠിച്ചത്. അങ്ങനെ പിന്നീട് നമ്മളെ വെലോസിറ്റി പ്രോഗ്രാമിന് 2000 പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു GTS പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അപ്പോ സാറിനും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഈ ബിസിനസ്സിലോട്ട് ശരിക്കും പറഞ്ഞാല് ഇത്രയും ഒരു ഫ്യൂച്ചർ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുട്ടിക്ക് ഒരു 2-3 വയസ്സായിട്ടേ എനിക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഞാൻ ബിടെക് എഞ്ചിനീയർ അല്ലേ. അപ്പൊ എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനായിട്ട് പഠിച്ച് വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയാണ് എഞ്ചിനീയർ ആവുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ, നമ്മളായിട്ട് ആഗ്രഹിച്ചാകുന്ന സമയത്ത് അവിടെ എത്താനുള്ള ഒരു ഇതുണ്ടാവല്ലോ. എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്നും കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കുറച്ച് വളരുന്നത് വരെ ഞാൻ ഈ ബിസിനസ് ഒന്ന് ചെയ്തു നോക്കാം. വെറുതെ വീട്ടിലിരുന്ന് ഫോണിലൂടെ ഈ ഗ്രൂപ്പിലൂടെ ഇത് സെല്ല് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായി. അതന്ന് 5000 രൂപേന്റെ സംഭവം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഒക്കെ കൊടുത്ത് തീർത്തു. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പറ്റുന്നു. പിന്നീടാണ് ഓരോ ആഴ്ച ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ലെവലിലോട്ട് മാറി വന്നു. അങ്ങനെ 35,000-ന്റെ സ്റ്റോക്ക് എടുത്തു. 35,000-ന്റെ സ്റ്റോക്ക് എടുത്തു. സ്റ്റാർ റാങ്ക് കഴിഞ്ഞു. ആ സമയത്ത് അങ്ങനെ ഈ യൂടാപ്പ് വിന്നർ എന്ന് പറഞ്ഞിട്ട് സുബീർ സാറിന്റെ ടീമിന്റെ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ 7500 രൂപ മിനിമം ഒരാഴ്ചയിൽ പർച്ചേസ് ചെയ്താൽ ആള് യൂടാപ്പ് വിന്നറാണ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആഴ്ചകളിലാണ് എനിക്ക് വരുമാനം കിട്ടുക. ഒരാഴ്ച ഒരു ഭാഗത്ത് ഞാൻ 7500 ചെയ്യും, വിന്നറാവും. അടുത്ത ആഴ്ച അടുത്ത ഭാഗത്ത് 7500 ചെയ്യും, അപ്പൊ ഇൻകം വരും, ആ ആഴ്ചയും വിന്നറാവും. അങ്ങനെയാണ് ഇത്
വിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ അങ്ങനെ സ്റ്റാർ റാങ്ക് കഴിഞ്ഞ് റൂബി ആവാൻ സമയത്താണ് നമ്മളെ സുബി സാറ് അല്ല പർവീൻ എല്ലാ ആഴ്ചയും യൂട്ടാബ് വിന്നർ ആണല്ലോ, ഇനി സ്റ്റാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതെന്താണെന്ന് അന്വേഷിച്ചു അസ്മാ മാഡത്തിന്റെ അടുത്ത്. അപ്പോഴാണ് പറഞ്ഞ് ഒരു ലീഡറുടെ വീക്ക് സൈഡിലാണ് ID, ലീഡർ അത്ര ആക്റ്റീവ് അല്ലാന്ന്. അങ്ങനെ സാറ് പറഞ്ഞു ID മാറ്റിയടിക്കണം എന്ന്. അസ്മാ മാഡത്തിന് ടെൻഷനായി, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറില്ലേ മാറ്റി അടിച്ചോളി. ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാൻ ST സാഹിബ് മാഡം ആ കാര്യം പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് കരയുന്നു. ഞാൻ പറഞ്ഞു അത് പ്രശ്നമില്ല, അതെല്ലാം നല്ലതിനാണെന്നാണല്ലോ ഭവനി സാർ അങ്ങോട്ട് അങ്ങനെ പറയില്ല, എല്ലാം നല്ലതിനാണ്. അതേപോലെ അങ്ങനെ അന്ന് ID മാറ്റിയടിച്ചു. അങ്ങനെ 2022 ഓഗസ്റ്റ് 18 പുതിയൊരു ID ക്രിയേറ്റ് ചെയ്ത് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ID ആണ് ഇന്ന് STC റാങ്കിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് ഞാൻ അന്നേ ആഗ്രഹിച്ചൊരു കാര്യം, 3 വർഷം കൊണ്ട് STC ആവാന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോൾ STC ആവാഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നി. കാരണം 3 വർഷം ഞാൻ വെച്ച ടാർഗറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയല്ലോ. അപ്പോഴാണ് ശ്രീജ മാഡം ആരവെന്നുള്ളൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്, മെഗാ ഇവന്റ് നമുക്ക് നടത്തണം എന്നൊക്കെ ഉള്ള ഓരോരോ പ്ലാനിങ്ങുകൾ വരുന്നു. അങ്ങനെ ഈ സീലിംഗിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും, എന്റെ ടീം ശരിക്കും എന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അച്ചീവ്മെന്റ് ഉണ്ടായത്. ഇത് ശരിക്കും എന്റെ ടീമിന്റെ അച്ചീവ്മെന്റാ, ഞാനല്ല ശരിക്കും ST ചെയ്ത്, എന്റെ ടീമാ ശരിക്കും പറഞ്ഞാല്. കാരണം എനിക്ക് ഉള്ള ലിമിറ്റേഷൻ എല്ലാം മറികടന്ന് അവരാണ് എന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നത്. പക്ഷെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചോദിക്കും, എന്റെ ടീമിൽ ഓരോ കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടേ എല്ലാം നടക്കുള്ളൂ. എല്ലാ കാര്യത്തിലും അവർ ഡിസ്കസ് ചെയ്തിട്ടേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഫീൽഡിൽ എന്നെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് ശരിക്കും എന്റെ അസോസിയേറ്റ്സാണ്. കാരണം എന്റെ ഓരോ ലിമിറ്റേഷൻ കൊണ്ടാണ് കുട്ടികളെ ഇട്ടിട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത ആ ഒരു ഇത് കൊണ്ടാണ്. പക്ഷെ എങ്കിലും ഒരുപാട് മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒന്നും എല്ലാവരെയും പോലെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു മീറ്റിംഗ് നടന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഞാൻ അവിടെ എത്താഞ്ഞാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ സാറിനെ വിളിക്കും, അണ്ണി സാറിനെ വിളിക്കും. അങ്ങനെ അപ്പൊ എന്റെ ടീമിൽ എന്ത് ചെയ്യണം, അവിടെ എന്ത് പുതിയ അപ്ഡേഷൻ നടന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ അന്വേഷിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടുകൂടാണ് അധികം ഓവറായിട്ട് അവിടെ നിന്ന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും എന്റെ ടീമിനെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ ശരിക്കും ഈ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ ഇപ്പൊ STC ആയ ഈ അവസരത്തിൽ ദൈവത്തിനോട് നന്ദി പറയാണ്. എന്റെ ലീഡേഴ്സിനോടും അസോസിയേറ്റ്സിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ച് അച്ചീവ്മെന്റ്സിന്റെ കാര്യവും ഈ ബിസിനസ്സിലോട്ട് വന്ന കഥയാണ് ഞാനിപ്പോ പറയുന്നത്. കുറച്ച് അച്ചീവ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്ന് വെച്ചാല് ഈ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജോലിക്ക് പോകണം, ഒരു BTech എഞ്ചിനീയർ ആണ്. അപ്പൊ ഈ എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിൽ വന്നിട്ടും അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു മനസ്സിൽ. പിന്നീട് ഒരു വർഷമൊക്കെ എടുത്തു. ഡെയിലി കിക്ക് സ്റ്റാർട്ട് മോർണിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ്, പിന്നെ ഓരോ കാര്യങ്ങൾ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നീട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കും കമ്പനീന്റെ ഇതിനെക്കുറിച്ചും. പിന്നെ യൂട്യൂബിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ്, അഞ്ജിത മാഡത്തിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കേട്ടിട്ടാണ് ഞാൻ സൂമിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ട്രെയിനർ ആവാൻ എനിക്ക് കഴിഞ്ഞത്. ഒരുപാട് അടിപൊളി അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ട്രെയിനർ ആവാൻ എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒരുപാട് ക്രൗഡിനോട് സംസാരിക്കാനുള്ള ഈ ധൈര്യമില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ വന്ന് നമ്മൾ സംസാരിച്ച് മെല്ലെ മെല്ലെ വരിക ചെയ്യാം. ഇപ്പഴും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ വേറൊരു കാര്യമായിരിക്കും, മൈൻഡ് സ്കിപ്പ് ആയി പോകും. എന്ന് വെച്ചാല് ആളുകളെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റേജ് ഫിയർ ആയിരിക്കല്ലോ. അപ്പൊ ആ ഒരു അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെങ്കിൽ അത് നമ്മൾ ഓരോ റാങ്ക് മറികടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് നമ്മള് എന്താ പറയാ, ഇനി ഈ ഇവിടെ ഞാൻ സംസാരിക്കാൻ ഞാൻ ഏബിൾ ആണ്, അപ്പൊ ഞാൻ സംസാരിക്കണം, അപ്പൊ ഞാൻ ചെയ്തേ പറ്റൂ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനമ്മടെ കുറച്ച് ഫെയ്ത്ത് ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെയാണ് നമ്മളെന്നും ഞാൻ വിന്നറാണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പറ്റും, ഞാൻ ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പലരും എന്നോട് പറഞ്ഞിട്ട്, ഞാൻ ഈ ബിസിനസ് അവസരം പറയുന്ന സമയത്ത് നിന്നെ പോലെ ഒന്നും സംസാരിക്കാൻ എനിക്ക് പറ്റൂലേ, നിന്നെ പോലെ ഒന്നും മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് പറ്റൂലേ എന്ന് പറഞ്ഞിട്ട് എന്നോട് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ അങ്ങനെ വലിയ ഇന്ററാക്ഷന്റെ ആളൊന്നല്ല, പക്ഷെങ്കിലും അത്യാവശ്യമൊക്കെ സംസാരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഓരോ ട്രെയിനിങ്ങും മീറ്റിങ്ങും പ്രോഗ്രാമും ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇതിൽ മോൾഡ് ആയിക്കൊണ്ടിരിക്കുക.
നമ്മൾ ഓരോ റാങ്കിലും അല്ലെ ഓരോ ട്രെയിനിങ്ങും ഓരോ മീറ്റിംഗും കഴിയുന്ന സമയത്ത് ഒരു കിക്ക് സ്റ്റാർട്ട് മോർണിംഗ് കഴിഞ്ഞാൽ പോലും നമ്മൾ പുതിയതായിട്ടൊന്ന് മോൾഡ് ആവുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്, പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ മോൾഡ് ആവും. അങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പുതിയ വ്യക്തിയാവണം എല്ലാവരും. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഫാമിലി സെഷൻ അങ്ങനത്തെ പല RTPയിലൊക്കെ അങ്ങനത്തെ പല ട്രെയിനിങ്ങുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ ബിസിനസ് ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും നമ്മൾ സ്വയം ഈ ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മോൾഡായി വന്നിട്ടാണ് പുതിയൊരു അച്ചീവർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ ഇന്നും കിക്ക് സ്റ്റാർട്ട് മോർണിംഗിലും പിന്നെ അല്ലാണ്ടുള്ള മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു അച്ചീവറായി മാറാൻ വേണ്ടി പറ്റും. പിന്നെ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമ്മൾ മറക്കാണ്ടിരിക്കുക. നമ്മളെ മൈൻഡ് കണക്ഷൻ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നാൽ തന്നെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഞങ്ങള് പുതിയൊരു കാര്യം, ഞങ്ങള് ശ്രീജ മാഡത്തിനെ സീലിംഗ് അച്ചീവർ ആകാം, AIGയിലെ ഫസ്റ്റ് ലേഡി സീലിംഗ് അച്ചീവർ ആയിട്ട് ശ്രീജ മാഡത്തിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണും. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നേരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലീഡർ സീലിംഗ് അടുപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ വരുന്നതിന്റെ ഒക്കെ മുന്നാണ് നിസാറൊക്കെ സീലിംഗ് അടിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഹെൽപ്പ് ചെയ്ത സമയത്ത് തന്നെ ഒരു STC റാങ്കും അതോടൊപ്പം വലിയൊരു ഇങ്കും പിന്നെ പെർഫോമൻസ് ബോണസ്. ഞാൻ വന്ന സമയം മുതൽ എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പെർഫോമൻസ് ബോണസ് അടിക്കാന്നുള്ളത്. അങ്ങനെ അന്ന് ഡിസ്ട്രിബ്യൂട്ടർക്ക് പെർഫോമൻസ് അടിക്കായിരുന്നു. 75,000, 80,000, 85,000 ഒക്കെ മാച്ച് ചെയ്തിട്ട് 1 lakh ആവാണ്ട് ഞാൻ ഒരുപാട് തവണ സ്കിപ്പായി പോയിട്ടുണ്ട്. കാരണം പറ്റൂല, അന്ന് ടീമൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹോം ഷോപ്പുകളൊക്കെ അത്ര ക്ലോസ് ചെയ്തും ഒക്കെ കാട്ടിയേക്കും നമ്മൾ നീങ്ങി നോക്കുക. പക്ഷെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തത് ഈ കഴിഞ്ഞ ആഴ്ച ഏതായാലും പെർഫോമൻസ് ബോണസും കഴിഞ്ഞ മാസം 161ാമത്തെ മാസം പെർഫോമൻസ് ബോണസും പിന്നെ STC റാങ്കിന്റെ ലോയൽറ്റി ബോണസും എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ അതല്ലാതെ ഇതിന് മുന്നേ തന്നെ TC റാങ്കിൽ എത്തിയ സമയത്ത് തന്നെ എനിക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ സാധിച്ചു. ഞാൻ ഒരു ആക്റ്റീവ 125 ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് 1,15,000 കൊടുത്തിട്ട് ആക്റ്റീവ 125 TC റാങ്കിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബൈക്ക് പഴയ ഒരു ബൈക്കായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വാങ്ങി തന്ന ഒരു ബൈക്കായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ അത് മാറ്റി ഞാൻ പുതിയൊരു ബൈക്കിലോട്ട് മാറി. പിന്നെ ഞാൻ DTC റാങ്കിൽ എത്തിയ സമയത്ത് സാംസങ് ഗാലക്സിന്റെ A സീരീസിലുള്ള ഒരു ടാബ്ലറ്റ് വാങ്ങി. 30,000 രൂപ വില വരുന്നൊരു ടാബ്ലറ്റ് വാങ്ങി. നമ്മളെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട് അല്ലെ, നമ്മളെ ഗ്രോത്ത് കണ്ടിട്ടാണ് നമ്മളെ ടീം ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അന്നപ്പോ ഒരാവശ്യത്തിന് ലാപ്ടോപ്പിന് പകരമായിട്ട് നമ്മളൊരു ടാബ്ലറ്റ് വാങ്ങി. ലാപ്ടോപ്പ് അന്ന് ഉണ്ടായിരുന്നു, ഇപ്പൊ കേടായി പോയി, പുതിയത് വാങ്ങിക്കണം. അത് പഠിക്കുന്ന കാലത്തെ ലാപ്ടോപ്പ് ആയിരുന്നു. ബിടെക്കിന് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ, ആ സമയത്തുള്ള ലാപ്ടോപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങി. അതിലൂടെ ഞാൻ എന്റെ ഫോണിൽ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് എനിക്ക് ഈ ടാബ് എനിക്ക് അന്നേരം കംഫർട്ട് ആയില്ല. കാരണം നമ്മൾ ഫീൽഡിലൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ അതിൽ നെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലാകുമ്പോൾ വൈഫൈ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലെവലിൽ അപ്പൊ എനിക്ക് തോന്നി പുതിയ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്തായാലും. കാരണം നമ്മളെ കയ്യിൽ തന്നെ എപ്പോഴും ഫെസിലിറ്റി വേണം. അങ്ങനെ ഞാൻ അടുത്ത റാങ്കിൽ ZTC റാങ്കിൽ നിന്ന് സാംസങ് ഗാലക്സി S24 അൾട്ര 1,00,000 മേലെ വില വരുന്ന ഒരു ഫോണ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അങ്ങനെ അതിലൂടെ എൻ്റെ ബിസിനസ്സിനെ പുതിയൊരു ലെവലിലോട്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പൊ ഞാൻ ആ ഫോണിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ വേറുണ്ട്. ഞാൻ ഒരു 10,500 ഒരു മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പ്രീതി സോഡിയാക്കിന്റെ മിക്സി. പിന്നെ അങ്ങനെ പിന്നെ ഞാനൊരു ചെറിയ കുഞ്ഞു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാക്കന്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണം, ഒന്നും തരണ്ട, ഞാൻ വാങ്ങാം. അങ്ങനെ ഈ മൈ ലൈഫിലൂടെ കിട്ടിയ പൈസ കൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ ഓരോരോ അച്ചീവ്മെന്റുകൾ ഓരോ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. എല്ലാത്തിനും ഇങ്ങനെ ഹസ്ബൻഡിനെയും ബ്രദേഴ്സിനെയും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു ക്വാളിഫിക്കേഷൻസ് അല്ല ശരിക്കും നമ്മളെ ഈ ബിസിനസ്സിലത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞാല്. വേണം നമ്മൾ എന്ന് വെച്ചാൽ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എല്ലാവരും നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ
ജോലിക്കാരാവണം, ജോലി നേടണം, സാലറി നേടണം എന്ന് കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നതും വളരുന്നതും. ശരിക്കും അങ്ങനല്ല. നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബിസിനസ് ഓണേഴ്സ് ആക്കാനും അതല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു ഹൈ തിങ്കിങ് കപ്പാസിറ്റി നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എല്ലാം ഈ ജോലി നേടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പഠിച്ചത്. കാരണം അങ്ങനെയായിരുന്നു എന്റെയും ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ എന്റെ വാപ്പ ഒരു ഹോമിയോ പ്രാക്ടീഷണർ ആയിരുന്നു. പിന്നെ ആയുർവേദ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണ്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോ പിന്നെ എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട് വീട്ടില്. അപ്പൊ 3 ആങ്ങളമാരുണ്ട്. എല്ലാവരും IT പ്രൊഫഷനിലാണ്. അപ്പം എന്നോട് എന്നിട്ട് എന്റെ ഒരു ആങ്ങള പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണ്ട, നീ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാന്നുള്ള എന്റെ ആഗ്രഹം, ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിട്ട് ചോയ്സ് എടുത്തു. അവിടെ എത്തിയപ്പോഴാണ് IT പ്രൊഫഷൻ അത്യാവശ്യം നല്ല പ്രഷറുള്ള ഏരിയ ആണ്, നല്ല എഫേർട്ട് ഉള്ളതാണെന്നൊക്കെ എനിക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ നമ്മള് ഒരു കാര്യം ഞാൻ വിചാരിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നേടലുണ്ട്. അതേപോലെ പോയി ഇറങ്ങി അങ്ങ് എന്താ പറയാ പഠിച്ച് നേടിയെടുത്തതാണ് ഈ ബിടെക്കും. ശരിക്കും ആഗ്രഹിച്ച് പഠിച്ച് നേടിയെടുത്തൊരു അച്ചീവ്മെന്റാ. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ അത് പാസ്സായെങ്കിലും ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് അന്ന് ജോലിക്ക് പോകാനൊന്നും പറ്റിയത്. കാരണം ഈ കുട്ടികളെ വീട്ടിൽ വെച്ചും കൊണ്ടും പോയിക്കൂടാത്തൊരവസ്ഥയിൽ ആണെങ്കിലോ ഞാൻ ഈ ബിസിനസ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ഈ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് അന്ന് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്ന് വെച്ചാല് രണ്ടാമത്തെ മോൻ ഉണ്ടാകുന്നതിന്റെ കുറച്ച് മുന്നേ കൊറോണ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി 15,000 പറഞ്ഞത്. ഇപ്പൊ കമ്പനികളൊക്കെ 20,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും സ്റ്റാർട്ടിംഗ് സാലറി 15,000 മുതൽ 20,000 വരെ നമുക്ക് ഈ കോഴിക്കോടുള്ള ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ. ഇവിടെ MNC ഒന്നും ഇനിയും ലോഞ്ച് ആയിട്ടില്ല. അപ്പൊ ആ ഒരു ലെവലില് മൾട്ടിനാഷണൽ കമ്പനികളൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ മുതൽ രാത്രി ഏകദേശം വൈകുന്നേരം 6-7 മണിയാവണം ഒരു IT കമ്പനിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ മിനിമം. അപ്പൊ ആ ഒരു ലെവലിലുള്ള ടൈം ലിമിറ്റ് നമുക്കുണ്ടാവും. ഈ സമയം നമ്മൾ അവിടെ ചെലവാക്കിയാൽ നമുക്ക് ഒരു മാസം 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് നമുക്ക് കിട്ടുക. ഈ സാലറി സ്കെയിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജോലിക്കാരാവാൻ വേണ്ടി മക്കളോട് പറയുന്ന സമയത്ത് മനസ്സിലാക്കണം. ഒരുപാട് എഫേർട്ട് എടുത്ത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഞാനും ബിടെക് എടുത്തത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സാലറി ഇതാണ്. അപ്പം പിന്നീട് ഇവിടുന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിയുന്ന സമയത്തും നമുക്ക് കിട്ടാൻ പോകുന്നത് 1,00,000 താഴെയുള്ള ഒരു വരുമാനം മാത്രമാണ്. അല്ലെ? അപ്പൊ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഈ 3 വർഷം കൊണ്ട് തന്നെ ഏകദേശം 1,00,000 രൂപന്റെ അടുത്തായിട്ടുള്ള 60-65,000 രൂപന്റെ മേലെ കുറെ ഐഡികളിലൂടെ ആയിട്ടൊരു 80,000 രൂപയോളം ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റി ഈ ബിസിനസ്സിൽ നിന്ന്. പക്ഷെ എങ്കിലും നമ്മൾ അത് ആഴ്ച വരുമാനമായിട്ട്. പക്ഷെ ഇത് മറ്റേത് നമുക്ക് സാലറി ആയിട്ട്, മന്ത്ലി സാലറി ആയിട്ട് ബിലോ 1 lakh നമുക്ക് 4-5 years എക്സ്പീരിയൻസ് ആയാലും നമുക്ക് IT കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സാലറി സ്കെയിലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മളൊരു ബിസിനസ് ഓണർ ആണ് ഇവിടെ ആവാൻ പോകുന്നത്, അല്ലാതെ സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി അല്ല. അപ്പൊ ആ ഒരു ടൈം ഫ്രീഡം ആയാലും നമ്മളെ സാലറി സ്കെയിലിന്റെ നമുക്ക് ശരിക്കും എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നെ പോലെ പലരും സ്ത്രീകൾ അധികവും ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാല് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടോ പൈസ ഹസ്ബൻഡ് തരായിട്ടൊന്നും ആയിരിക്കില്ല. സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് കൂടുതലായിട്ടും ബിസിനസ് ചെയ്യുന്നത്. അല്ലാതെ ഇല്ലാഞ്ഞിട്ടോ ഇവിടുന്ന് കിട്ടാഞ്ഞിട്ടോ ഒന്നല്ല. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നേക്കാൾ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അത് ആഗ്രഹിച്ചായിരിക്കും എല്ലാവരും ബിസിനസ്സിന് ഇറങ്ങുക. അപ്പൊ നമ്മൾ ഏണിങ്സ് കൂടെ നോക്കണ്ടേ? അപ്പൊ ഞാൻ ഈ ഏണിങ്സ് നോക്കിയ സമയത്ത് ഇവിടെ ഞാനൊരു ബിസിനസ് ഓണറാണ്, എനിക്ക് ടൈം ഫ്രീഡം ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ആഴ്ച വരുമാനം ഈ 5-6 വർഷം വന്ന സമയത്തേക്കും ആഴ്ചയിൽ 2,10,000 വരെ തരുന്ന കമ്പനിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ പിന്നെ മാസം ബിലോ 1 lakh വാങ്ങാൻ ഞാൻ എഞ്ചിനീയർ ആയി പോകുന്നേക്കാൾ ബെറ്റർ ഈ ബിസിനസ് ഓണറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ്സിൽ ടേക്ക് ഓൺ ചെയ്യിപ്പിക്കാനും പിന്നീട് ടീമിനെ ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം എനിക്ക് ഒരു കരുത്തുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീമിനെ എന്താ പറയാ, എന്റെ ലീഡേഴ്സിന് പോലും ഞാൻ കുട്ടി വളർന്നാൽ ഇട്ടിട്ട് പോകുമെന്നുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ഇട്ടിട്ട് പോകില്ല. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു പ്രത്യേകത അതാ. കാരണം നമ്മളെ ഭവനി സാറ് പറയാറുണ്ട്, ആക്കാം നോക്കാം ഏർപ്പാടല്ല, യെസ് ഓർ നോ ആണ് നമ്മളെ ബിസിനസ്. നമ്മളെല്ലാവരും യെസ് പറഞ്ഞ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുക. നമ്മളോട് അതേപോലെ സുരാജ് സാറ് പറയാറുണ്ട്, സോപ്പും പേസ്റ്റും അല്ല നമ്മൾ വിൽക്കുന്നത്, സ്കോപ്പും ഫ്യൂച്ചറും ആണ്. അത് നമ്മൾ തിരിച്ചറിയണം.
നമ്മളെ കയ്യിലുള്ളത് ഒരു ഫ്യൂച്ചർ ബിസിനസ്സാണ്. ഇപ്പോഴും ശരിക്കും നമ്മളെ ബിസിനസിന്റെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. ഇതിലോട്ട് സ്ത്രീകൾ ഒരുപാട് വരും 2025 ആകുമ്പോഴേക്കും പറഞ്ഞ പോലെ സംഭവിച്ചെങ്കിലും ഇനി 2030 ആകുമ്പോഴേക്കും അതിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഔട്ട്ലെറ്റ് വരാനും പെട്രോൾ അടിക്കുമ്പോൾ വരെ ഷെയർ കിട്ടാനും ആ ഒരു ലെവലിലോട്ട് ബിസിനസ് വോളിയം കയറുന്ന ലെവലിലോട്ടൊക്കെ നമ്മൾ മാറാൻ പോവാ. ഈ ഫ്യൂച്ചർ നിങ്ങൾ കാണുക. ഇത് നമുക്ക് പലരും അരിയില്ല, പഞ്ചസാര ഇല്ല, സാധാരണ സാധനങ്ങളൊന്നും ഇല്ല, പൊടികളില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഇതെല്ലാം വരും. ഇതെല്ലാം ഇപ്പൊ നമുക്കിപ്പോ PUC പോയി ഒരു ചാക്കാരി വാങ്ങി ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്തിച്ചു കൊടുക്കാൻ, അസോസിയേറ്റ്സിന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇത് ഔട്ട്ലെറ്റ് അടുത്ത് വരുമ്പോ എല്ലാം കമ്പനി കൊണ്ടുതരുന്ന നമുക്ക് നമ്മളെ ലീഡേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. വരും കമ്പനിയായിട്ട് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്, എന്തിനാ പേടിച്ചു നിൽക്കുന്നത്? നമുക്ക് ഈ പേടിയും മടിയും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. ഇപ്പൊ ഈ ഫാമിലിയിൽ ശരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ഫാമിലിയിൽ ഇപ്പോഴും എനിക്ക് ആ ഒരു എതിർപ്പ് എന്ന് വെച്ചാൽ ഞാൻ ആ ജോലിക്ക് പോകാത്തതിന്റെ ആ ഒരു നീരസം എന്റെ ബ്രദേഴ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇതിനെ കുറിച്ച് ഈ ബിസിനസിനെ കുറിച്ച് തിരിച്ചറിയാത്തതുകൊണ്ടും അവര് എന്നേക്കാൾ പ്രായമുള്ളവരാ. അപ്പൊ ഒരുപാട് മണി ചെയിൻ കമ്പനി വന്നതും പൊട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയും. പക്ഷെ ഞാൻ ഈ ഡയറക്ട് സെല്ലിങ്, മണി ചെയിൻ ഇങ്ങനെയുള്ള ബിസിനസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്നത് ഈ ബിസിനസ്സിൽ വന്നേരാ. മണി ചെയിൻ എന്താ, ഡയറക്ട് സെല്ലിങ് എന്താ, ഞാൻ ചെയ്യുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് അതെന്താ, ഇതെല്ലാം പഠിക്കുന്നത് ശരിക്കും ഇതിൽ വന്നേരാ. നിവിൻ പോളി പറഞ്ഞ പോലെ ബിടെക്കിന് അതൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിൽ വന്ന് ഞാൻ അതെല്ലാം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. അപ്പൊ അത് തിരിച്ചറിയാത്തത് കൊണ്ടുള്ള അവരുടെ എതിർപ്പിനെ ഇപ്പൊ അവരാരും എന്നെ വഴക്ക് പറയാറില്ല. അത് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ഇപ്പൊ എന്നെ ആരും പറയാറില്ല. കാരണം ഇതിലൂടെ ഞാൻ എന്തോ നേടിയെടുക്കും, അല്ലെ ഞാൻ ഇതിലൂടെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ബോധ്യമായതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇപ്പൊ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡ് ആദ്യം നല്ല സപ്പോർട്ടാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നെഗറ്റീവ് മാത്രമാണ് പറയുന്നത്, പോസിറ്റീവ് പറയാൻ വിട്ടു. സക്രിയക്ക എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഓഫീസിൽ പോയി പ്രൊഡക്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് തരും. പിന്നെ ഇക്കാന്റെ ഒരു ഫ്രണ്ട് ഈ ബിസിനസ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെ ഏറ്റെടുത്തില്ല. അപ്പൊ പിന്നീട് ഞാൻ ഏറ്റെടുത്ത സമയത്തും ആ ഫ്രണ്ടിന്റെ അച്ചീവ്മെന്റ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അയാള് ഈവിന്റെ വലിയ കാർ എടുത്തതും അയാള് വലിയ റാങ്കിൽ എത്തുന്നതും അയാളുടെ ഗ്രോത്തും, അയാളും സിവിൽ എഞ്ചിനീയർ, ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ. ഞാൻ എന്റെ ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം ഈ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളും സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അയാൾ ഓഫീസൊക്കെ ഒഴിവാക്കി ഈ ബിസിനസ്സിലോട്ട് ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങി. അയാൾ കാറ് വാങ്ങി. ഇതെല്ലാം ഇദ്ദേഹം അറിയുന്നുണ്ട്. പിന്നെ എന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ഒരു ദിബിൻ സാറാണ് കേട്ടോ, നമ്മളെ ടീമിലല്ല, വേറൊരു ടീമിലാണ്. അപ്പം അപ്പൊ മനസ്സിലാക്കിയപ്പോ ഈ ബിസിനസിന്റെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം അറിയാം. പിന്നെ നമ്മളെ ടീമിൽ തന്നെയുള്ള AIGയിലുള്ള സുരേന്ദ്രൻ സാറും പ്ലാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്. പിന്നീടാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ട് നൽകി. ഈ ബിസിനസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഓഫീസിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തതിലൊക്കെ അധികം എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ കാക്ക PUCയിൽ വരാറുണ്ട്. കാക്കനെ അധികം ആർക്കും തിരിച്ചറിയില്ല. അങ്ങോട്ട് പോയി എന്നെ പോലെ സംസാരിക്കാനും കുറച്ചൊരു ബാക്കോട്ടാ. അതുകൊണ്ട് ആർക്കും അറിയാത്തോണ്ടാ. എല്ലാ ആഴ്ചയും ശരിക്കും ഞാൻ എത്തിയില്ലേലും എന്റെ പ്രതിനിധിയെ ഞാൻ PUCയിൽ എത്തിക്കാറും ഓഫീസിൽ പോവും, സാധനം എടുക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ GTSനൊക്കെ വന്നത് മക്കളെ രണ്ടുപേരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ്. ഞാൻ സാധാരണ എല്ലാ മീറ്റിങ്ങിനും എവിടെ പോകണേലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മന്റെയും വാപ്പന്റെയും അടുത്ത് കുട്ടികളെ വെച്ചിട്ടാ വരാറ്. അങ്ങനത്തത് എനിക്ക് സമ്മതം തന്ന് എന്റെ ബൈക്ക് വീട്ടിലായി പോയി, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആരാമ്പ്രത്താണ്. അപ്പൊ അവിടുന്ന് ഇവിടെ കാക്കന്റെ ബൈക്കൊക്കെ തന്ന് കുട്ടികളെ ഏറ്റെടുത്ത് എന്നെ അന്ന് GTSന് വിട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോല്ലേ ശരിക്കും കരച്ചിലൊക്കെ വരിക. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചതല്ല. അപ്പം സപ്പോർട്ടൊക്കെ ഒരു സമയമാകുന്ന സമയത്ത് സപ്പോർട്ട് കിട്ടും. കഴിഞ്ഞ ദിവസം എന്നോട് ഷെഫീഖ് സാറും അതാ പറഞ്ഞു, ഒരു സമയം, ഒരു റേഞ്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ട് കിട്ടും, അതുവരെ പിടിച്ചു നിൽക്കണം. ഇതെല്ലാ ലീഡേഴ്സും നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമ്മള് എന്താ പറയാ, മനസ്സറിഞ്ഞ് നമ്മൾ ഉള്ളിൽ ഒരാളോട് ഒരു ഈഗോ ഉണ്ടാവാണ്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ ABCD വേണ്ടതെന്ന് പറയും അല്ലെ. അപ്പൊ ഈ ABCD കഴിഞ്ഞിട്ടുള്ള E ഉണ്ട്, അത് നമുക്ക് തീരെ പാടില്ല. ഈഗോ തീരെ ഉണ്ടാവാൻ പാടില്ല. ഒരാളോട് നമ്മൾ ഈഗോ ഇല്ലാതെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ സറൗണ്ടിങ്സ് ഫുള്ള് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, നമ്മളും മുന്നോട്ടേ പോകുള്ളൂ. അതല്ലാതെ മറ്റേ ടീം അല്ലെ അവിടെ ഇവിടെ മറ്റുള്ളവർ എന്ന് നോക്കി നമുക്ക് ഈഗോയും നമുക്ക് എല്ലാരോടും ഒരു എന്താ പറയാ അസൂയൊക്കെ കാണുന്ന സമയത്ത്
നമ്മളും പോവില്ല. നമ്മളെ സറൗണ്ടിങ്സ് നമ്മളെയും ബാക്കോട്ടേ വലിക്കുള്ളൂ. നമ്മൾ മുന്നോട്ടെത്തൂല. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മുന്നോട്ട് എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും ഈഗോ ഇല്ലാണ്ട് നിൽക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ ഗ്രോ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ഈ ഒരു പൊസിഷനിലോട്ട് ഈ STC ആവാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ അസോസിയേറ്റ്സ്. അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് വേണ്ടിയുള്ള ഓരോരുത്തരുടെ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും മറികടന്നിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തി. അപ്പൊ എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ അതിൽ വലിയൊരു സന്തോഷം, എനിക്ക് പെർഫോമൻസും ഇത് STC ഒക്കെ കിട്ടിയതിനേക്കാൾ എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് 5 ടീസിന് ഒരു DTസിന് ഈ ഒരു അവസരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ എന്റെ ടീമിലൂടെ വന്നു. അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ അസോസിയേറ്റ്സും ലീഡേഴ്സും എല്ലാവരുടെ ഹെൽപ്പോടും കൂടി ഒരുപാട് എഫേർട്ട് എടുത്ത് ശരിക്കും അത് നേടി. എന്ന് വെച്ചാല് നമ്മളെ ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മളെ ABCDന്റെ കാര്യം. ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം നേടാൻ പറ്റും. നമ്മളെ ആറ്റിറ്റ്യൂഡ് അതല്ല, നമ്മൾ നെഗറ്റീവാണ്, അതല്ലെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു പോസിറ്റീവ് ഇല്ല, അങ്ങനെ ആകുന്ന സമയത്ത് നമുക്കൊന്നും നേടാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ശരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനേക്കാൾ നമുക്ക് വിന്നിങ് ആറ്റിറ്റ്യൂഡ് വേണം. അല്ലാതെ എന്താ പറയുക, ദേഷ്യവും വാശിയും അല്ല മറ്റുള്ളവരോട്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാശിയിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വലിയ വലിയ വിജയങ്ങളിലോട്ട് എത്താനും നമുക്കും കാര്യമായിട്ട് ഈ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനൊക്കെ പറ്റും. അപ്പം എൻ്റെ അസോസിയേറ്റ്സിനോട് ഞാൻ എല്ലാ സമയവും, ഞാൻ ലീഡേഴ്സും അസോസിയേറ്റ്സും എല്ലാം കട്ടക്ക് നിന്നിട്ടാണല്ലോ നമ്മൾ ഓരോ പൊസിഷനിൽ എത്തുന്നത്. അവരോട് ഞാൻ പിന്നെയും ഞാൻ നന്ദി പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡ് വർക്കൊക്കെ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ആരോ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിഷമാവും. അതുകൊണ്ട് എല്ലാവരും, അധിക ആളുകളും നല്ലോണം ഫീൽഡിൽ ഇറങ്ങി നല്ല എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ 2 DTCകളും ഒരു ATCയും 7 TCയും എല്ലാം ഉള്ള ഒരു ടീമായിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. STC ആയ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, മൈ ജീനിയോളജിയിൽ ഒരു ലീഡേഴ്സ് ടാബുലാർ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വരിയും കൂടെ അധികമായിട്ട് ആഡ് ആയിട്ടുണ്ട്. അതിൽ എൻ്റെ താഴെയുള്ള TC എബോ ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ വന്ന് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും ലീഡേഴ്സ് മീറ്റിൽ ഞാനിത് അവരുടെ ID നമ്പർ കിട്ടാൻ വേണ്ടി തപ്പുന്ന സമയത്താണ് ഒരു STCനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കോൾ ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഫോണിൽ അങ്ങനെ ഇല്ല. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായത് അത് STC ആകുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം എനിക്ക് മനസ്സിലായി. അപ്പൊ ഏതായാലും എന്റെ DTCകൾക്കും ATCക്കും TCകൾക്കും മറ്റെല്ലാ അസോസിയേറ്റ്സും, പിന്നെ ബ്രോൺസ് മുതൽ കോർഡിനേറ്റർ വരെയുള്ള എല്ലാ റാങ്കിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരു റാങ്കിലും ആരും വിട്ടുപോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ തന്നെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും റാങ്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാനും അവരുടെ ID കൂടെ ഒക്കെ ഇറക്കാനും ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ്സ് ഒക്കെ വിളിച്ച് സന്തോഷം പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയുണ്ട് ഒരുപാട് പോസ്റ്റേഴ്സ് വരാൻ. ശരിക്കും പറഞ്ഞാല് അതെവിടെ വരും. ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ഗ്രോത്ത് ആണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാല്. ടീമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അസ്മാവിമയുടെ ആയാലും മാലതിമയുടെ ആയാലും ശ്രീജാമ്മയുടെ ആയാലും ഭവനേഷ് സാർ ആയാലും ഞങ്ങൾ ആ കൃത്യസമയത്ത് ആ മോണിറ്ററിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ലെവലിൽ വളരാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ കൂടെ നമ്മളെല്ലാവരും കട്ടക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ആ പ്രത്യേക എന്റെ ലീഡേഴ്സിനോട് പ്രത്യേകം നന്ദി പറയാം. കാരണം ഭവനേഷ് സാറൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട്, ഞാനൊന്നും അധികമൊന്നും എത്തിയില്ലെങ്കിലും സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാനും ടീമിനെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഈ റാങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ശരിയായ ഡയറക്ഷൻസ്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് സാറാണ് എനിക്ക് തരുന്നത്. ഞാൻ അധികം സാറിനെ വിളിക്കുമ്പോഴേ പെന്നും ബുക്കും വെച്ചിട്ടാണ് വിളിക്കുക. എന്നുവെച്ചാൽ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മളോട് കുറെ കാര്യങ്ങൾ മറന്നു ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പെന്നും ബുക്കും എടുത്തിട്ട് സാറിനെ വിളിക്കും. സാറ് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തെക്കും, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എപ്പോഴായാലും രാവിലെ സൂമിലായാലും നമ്മളൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാലും പെന്നും ബുക്കും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കയറും. പിന്നെ സംശയമല്ല, നമുക്ക് നോക്കുകയും ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്താൽ എല്ലാവരും എടുത്ത് കണ്ടോളണമെന്നില്ല. ഞാൻ ചില ട്രെയിനിങ്ങിനൊക്കെ പോയ ഓഡിയോ റെക്കോർഡൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അസോസിയേറ്റ്സിനെ കേൾപ്പിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉപകരിക്കും എന്നുള്ള ലെവലിലാണ് റെക്കോർഡ് ചെയ്യാറെങ്കിലും പലപ്പോഴും ഞാൻ അതെടുത്ത് പിന്നീട് കേൾക്കുന്നത് കുറവാണ്. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് നടന്നോട്ടെ, ഇട്ട് കഴിഞ്ഞാലും നമ്മൾ എഴുതി വെക്കുന്നത് കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മളെ മൈൻഡിൽ കയറും.
ഇപ്പൊ ന്യൂ ജനറേഷൻ ആണ്. ഇപ്പൊ ഫോണിൽ നോട്ട് ചെയ്താൽ പോലെ ശരിയാണ്. എന്തായാലും നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിലോട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൈൻഡിന് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ദിവസവും മീറ്റിങ്ങിലായാലും ട്രെയിനിങ്ങിലായാലും ഒക്കെ എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുണ്ടാവും. ഓരോ ലീഡേഴ്സ് ഓരോ കഴിവുള്ളവർ. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ ABCD കുറിച്ചൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സമയമില്ല. ABCD എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവല്ലോ. STC ആകുമ്പോൾ മാത്രം നമുക്ക് ഈ സൂമിൽ ഗസ്റ്റ് ആയിട്ട് നമ്മളെ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ZTC റാങ്കിൽ ഒരു ലീഡറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു STC ആയിട്ട് നമുക്ക് കയറാം എന്ന് പറഞ്ഞതായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ അതാവാനും വന്ന് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റി. എല്ലാത്തിനും സർവേശ്വരനോടും പിന്നെ നമ്മളെ ലീഡേഴ്സിനോടും എല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ 6:40 ഏതായാലും 2 മിനിറ്റോട് ഞാൻ സംസാരിക്കാം. നമ്മളെ വിന്നിങ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചാലേ നമ്മൾ ഈ ടീമിനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ വിൻ ചെയ്യണം എന്നുള്ളതിനേക്കാൾ നമ്മളെ താഴെ നമ്മളെ കൂടെ വന്ന ഒരുപാട് അസോസിയേറ്റ്സിന്റെ വീട്ടിലോട്ട് നമുക്ക് വരുമാനം എത്തിക്കാനൊക്കെ സാധിച്ചില്ലേ. അപ്പൊ അവരുടെ വരുമാനം ഇനിയും കൂടുതൽ ആളുകളിലോട്ട് വരുമാനം എത്തിക്കാനും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരുടെ ഇൻകത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും അവരുടെ റാങ്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാനും അവരുടെ കൂടെ വരുന്നവരെ ഈ ബിസിനസ്സിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അതാണ് നമ്മളെ വിന്നിങ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ വിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും നമ്മൾ ഈ ഹെൽത്ത് സെല്ലിംഗ് അല്ലെങ്കിൽ ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിന് നിങ്ങൾ ആരും തന്നെ തെറ്റിപ്പോവരുത്, വ്യതിചലിക്കരുത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനീനെ കുറിച്ചായാലും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചായാലും നല്ലൊരു ബിലീഫ് ഉണ്ടാക്കണം. സ്റ്റാർട്ടിങ്ങിലൊന്നും എല്ലാവരും അധികം ഒരു 95% ആളുകളും പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് ഞാൻ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിനെക്കാട്ടിൽ നേരത്തെ ആദ്യം ഹസ്ബൻഡാണ് കേട്ടോ ശരിക്കും എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് നോക്കി. അദ്ദേഹത്തിനും ഭയങ്കര ബിലീഫാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള റിസൾട്ടും ഉപയോഗിച്ചാലായാലും കൊടുത്താലായാലും ഒക്കെ കിട്ടാറുണ്ട്. നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരിലോട്ട് നമ്മളെ ബിസിനസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. കാരണം ചുറ്റുപാടിലും പല പല ടീമുകൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മളെ ടീമിലോട്ട് നമ്മളെ ബന്ധങ്ങളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നമ്മളെ ടീമിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഓരോ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ട് പിന്നെ നമ്മൾ അറിഞ്ഞ സമയത്ത് അതിനൊരു ക്ലാഷുകളൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലൊക്കെ വിശ്വസിക്കുക. ഇത് കമ്പനിയിലും പ്രൊഡക്റ്റിലും ഒരാൾക്ക് കൊടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. പിന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ലീഡേഴ്സ് മാത്രമേ നമുക്ക് ഇതിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. അപ്പോൾ ഈ ഒരു കാര്യമല്ലേ, ഇപ്പൊ നമ്മൾ ഏറ്റെടുത്ത കാര്യം അതിനെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക, ശേഷം പ്രവർത്തിക്കുക. അല്ലാതെ പഠിക്കാൻ നമുക്ക് കമ്പനി അയച്ച വരുമാനം തരും. നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാനും ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കാരണം ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞ സമയത്തും നമുക്ക് ട്രെയിനിങ്ങും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ സമയത്തും നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ഒരുപാട് ലിബറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു ബിസിനസ് അവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ ഏറ്റെടുക്കുക. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ, നമ്മുടെ മുന്നിൽ ഒരുപാട് ലീഡേഴ്സിന്റെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ WTC ലീഡർ ബെന്നി സാറ്, ITC ലീഡർ സുബി സാറ്, നമ്മളെ ധനീഷ് മാധവൻ സാറ്, TCന്റെ ഓണറായിട്ടുള്ള ധനീഷ് മാധവൻ സാറ്, ഇവരെല്ലാവരും നമ്മളെ ടോപ്പ് ലീഡേഴ്സ്. ഇവർ ഒരുപാട് അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പിന്നെ അവർ ട്രെയിനിങ്ങുകൾ നടത്തുന്നു. ഇനി നമ്മൾ അങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഓരോ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും 1 ഡേ അഡ്വാൻസ് ആയാലും 2 ഡേ ആർട്ടിബിൾ ഇതെല്ലാം ഇവർ കണ്ടക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചും നമ്മൾ ഓരോ കാര്യങ്ങളും ഇത് നാളെയും എനിക്ക് ചെയ്യാനുള്ളതാണ്,
ആ ഒരു ലെവലിലും കൂടെ നമ്മൾ ഓരോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലീഡർഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും നമ്മളെ ടീമിനെ കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പുതിയ കാര്യങ്ങളിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള ഒരു ധൈര്യം കൂടെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. മറ്റുള്ള ബിസിനസിനെ പോലെ മറ്റൊരാളെ നമ്മളെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് താഴെ പോവോ എന്നുള്ള പേടി ഈ ബിസിനസ്സിൽ വേണ്ട. ഒരാൾ നമ്മളെ നോക്കി ചെയ്യാൻ വേണ്ടത്. ആ സമയത്ത് അവരും ഗ്രോ ചെയ്യും, നമുക്കും ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ഇതെല്ലാം അനുസരിച്ച് ഈ ബിസിനസ് പുതിയ ആളുകളോട് ഈ ബിസിനസ് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക. വൈകിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ആദ്യം വന്ന ആൾക്കാണ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക, പിന്നെ വന്ന ആള് അത്ര എത്തൂല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പം വന്നാലും നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതില് പിന്നെ ഒരു ഈഗോ ഇല്ലാത്ത ബിസിനസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ശ്രീജ മാഡം പറയാറുണ്ട്, പവനേഷ് സാറും ശ്രീജ മാഡവും RTC റാങ്കും ഏതൊക്കെ റാങ്കുകൾ ഒരുമിച്ച് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. തൊട്ടടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് സാറ് റാങ്ക് ചേഞ്ച് ചെയ്ത് പോകാറുന്നത്. അതേപോലെ അസ്മാ മാഡത്തിന്റെ കൂടെ കഴിഞ്ഞ ദിവസം നളന്ദ സ്റ്റേജിൽ അതേ STCയിൽ കയറാൻ സാധിച്ചു. മാഡത്തിന് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം. എന്റെ ഓരോ ഗ്രോത്തിൽ ഞാൻ അന്ന് എല്ലാവരുടെയും കോമൺ വീക്ക് സൈഡിൽ ഐഡി അടിച്ച് വന്ന ആളാണെങ്കിലും പിന്നീട് മലരി മേഡത്തിന്റെ അസ്മായ മേഡത്തിന്റെ എല്ലാവരുടെയും കോമൺ പവറിലോട്ടായെങ്കിലും മാഡം ഇപ്പോഴും എന്നെ ശരിക്കും ശ്രദ്ധിക്കും. എന്നും നല്ലോണം വിളിക്കും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു വിഷമ. അപ്പൊ ആ ഒരു ലെവൽ ഇന്നും ആ ഒരു സ്നേഹബന്ധം പുലർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന ലീഡറാണ് എന്റെ അസ്മായ മാഡം. അപ്പൊ മാഡത്തിന്റെ കൂടെ ഇന്ന് STC റാങ്കിൽ എനിക്ക് എത്താൻ സാധിച്ചു. പിന്നെ തൊട്ട് മുന്നിലായിട്ട് മാലതി മാഡം ഉണ്ട് RTC റാങ്കിൽ. പിന്നെ അതുപോലെ അസോസിയേറ്റ്സ് DTCകൾ തൊട്ട് പുറകെ വരുന്നുണ്ട്. റസിയ മാഡം, സുബൈദ മാഡം, പിന്നെ അതിന്റെ പുറകിട്ട് ഫസ്ന മാഡം വരുന്നുണ്ട്, ATC ലീഡർ. അങ്ങനെ ഒരുപാട് പിന്നെ പുതിയതായിട്ട് വന്ന കുറെ TCകൾ ഉണ്ട്. എല്ലാരെയും ഗ്രൂ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്റെയും ആഗ്രഹം. അതേപോലെ എല്ലാവരും കട്ടക്ക് നിൽക്കുന്ന ആളുകളാണ്. ലീഡേഴ്സ് ആയാലും അസോസിയേറ്റ്സ് ആയാലും എല്ലാവരും നമ്മൾ വിളിച്ച ഫോൺ എടുക്കുകയും നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരും. ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇല്ല 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടീം ഇല്ലാണ്ടായി പോകും. നമ്മളെല്ലാം പോസിറ്റീവായി ചിന്തിച്ച് നമുക്ക് ഉണ്ട്, എനിക്കും പറ്റും, എന്റെ ടീം വരുന്നുണ്ട്, നല്ല ടീമാണ് എന്ന് നമ്മൾ പറയാനും പ്രവർത്തിക്കാനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടീം വരും. അതല്ല എനിക്ക് ടീമില്ല ഇങ്ങനെ നമ്മൾ ഒരു വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാട് നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. ഇത് നമുക്ക് അങ്ങനെയാണ് അതിനെയാണ് പിന്നെ സറൗണ്ടിങ്സ് അനുകൂലിക്കുക. അതല്ല നമുക്ക് ഉണ്ട്, എന്റെ ടീം ഉണ്ട്, എന്റെ ടീമിന്റെ കൂടാണ് എന്നുള്ള ആ ഒരു വിശ്വാസം അത് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ടീം നമ്മളെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുക, വിന്നിങ് ആറ്റിറ്റ്യൂഡോട് കൂടി മൂവ് ചെയ്യുക, ABCD ഉണ്ടാവുക, ഉണ്ടാവരുത്. പിന്നെ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഫ്യൂച്ചർ ഉള്ള ബിസിനസ് ആണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ മക്കളോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഇത് ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്, ഇത്രയും നല്ലൊരു ബിസിനസ് ആണ്. അന്ന് മാലതിയുടെ പറഞ്ഞ പോലെ മോട്ടോർസൂചി മുതൽ എയ്റോപ്ലെയിൻ വരെ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ട് പിടിച്ചു നിൽക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇന്ന് സൂം മീറ്റിംഗിൽ അപ്പം എല്ലാവർക്കും ഈ സൂം മീറ്റിംഗിൽ കയറിയ ഇന്ന് ആദ്യമായിട്ട് കയറിയ ആളാണെങ്കിലും എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, വലിയ പിടിച്ചു നിന്ന് മുന്നേറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ.